Hello, welcome to the first video of Introductory Econometric Method course. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കോഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞു പോവാൻ ചെയ്യുക. എന്തൊക്കെ യൂണിറ്റ്സ് ആണ്, എന്തൊക്കെ ബ്ലോക്സ് ആണ്, ഓരോ യൂണിറ്റ്സിലും എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത് എന്നുള്ളൊരു ബ്രോഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. 20 minutes വീഡിയോ ആയിരിക്കും. ആൻഡ് അപ്പം ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്താണ് എക്കണോമെട്രിക്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു കോഴ്സിൽ നിങ്ങൾക്ക് മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്, ബേസിക് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കാം എക്കണോമെട്രിക്സ് ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ടാവുക അല്ലെ. അതായത് ഇത്രയും കാലം പഠിച്ചിരുന്ന ഡിഫറെന്റ് സബ്ജക്ട്സിന്റെ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് എക്കണോമെട്രിക്സ് എന്നുള്ളത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതിന് ഒരു കൺസൈസ് വേർഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ വിൽ ജസ്റ്റ് റീഡ് ദാറ്റ്. അപ്പോൾ എന്താണ് econometrics serves as a vital tool for analyzing economic relationships and conducting meaningful research across various fields such as macroeconomics, finance, labor economics and health economics. അതായത് എന്താണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ഏരിയ ഓഫ് സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ആണല്ലേ. അതായത് ഓരോ സബ്ജക്ട്സിലും മാക്രോയിലാണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും ലേബറിലാണെങ്കിലും ഒരുപാട് വേരിയബിൾസ് ഉണ്ടാവും. അതിനൊക്കെ തമ്മിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റിലേഷൻഷിപ്സ് ഉണ്ടാവും. അപ്പൊ എന്താണ് ഇത്രയും വേരിയബിൾസ് റിയൽ ലൈഫിലും ഉണ്ടാവുമ്പോൾ ഇതിനൊക്കെ ഡാറ്റാസ് ഉണ്ടാവും. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് മനസ്സിലാവേണ്ടെങ്കിൽ ഈ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഡാറ്റ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എക്കണോമെട്രിക്സ് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ബേസിക് ആയിട്ട് ഈ ഒരു കോഴ്സ് എൻറ്റയർ കോഴ്സ് ഓഫ് എക്കണോമെട്രിക്സ് ഈസ് ലൈക്ക് എ ടൂൾ. അപ്പൊ നമുക്ക് ഒരു ടൂളിനെ പരിചയപ്പെടുന്ന പോലെ ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചിലൂടെ മാത്രമാണ് ഈ ഒരു സബ്ജക്ട് നമുക്ക് പഠിക്കാൻ പറ്റുക. അതാണ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മറ്റുള്ള സബ്ജക്ട്സ് പഠിക്കുന്ന പോലെ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി അതൊരു എക്സാമിന് അവിടെ ചെയ്തതുകൊണ്ട് യാതൊരു ഉപയോഗവും നമുക്ക് ഉണ്ടാവില്ല. ജസ്റ്റ് ഇറ്റ്സ് എ ടൂൾ ആണ്. അതിന് നമുക്ക് എപ്പോൾ പഠിക്കുമ്പോഴും ജസ്റ്റ് പറ്റുവാണെങ്കിൽ ബേസിക് അനാലിസിസ് എന്നുള്ള രീതിയിൽ ഈവൻ എക്സൽ വെച്ചിട്ടെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ എക്കണോമെട്രിക്സ് ഉള്ള സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് മറന്നു പോകുന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ആപ്ലിക്കേഷൻ ബേസ്ഡ് അപ്രോച്ചിൽ ഈവൻ നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈവൻ പഠിക്കുമ്പോഴും ചിന്തിക്കുക. ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചിന്തയിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും എക്കണോമെട്രിക്സ്. ആൻഡ് the course focuses on the basic theory of econometrics and its practical applications, particularly in addressing estimation problems in single equation regression models. ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കോഴ്സ് എന്തുകൊണ്ടും ബേസിക് തിയറിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കോഴ്സ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തിയറി കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും ലഭിക്കുന്നതാണ്. ആൻഡ് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതിന്റെ ഒരു ബേസ് ഐഡിയയും കോഴ്സ് നൽകുന്നതാണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ അഡ്രസ്സിംഗ് എസ്റ്റിമേഷൻ പ്രോബ്ലംസ് ഇൻ സിംഗിൾ ഇക്വേഷൻ റിഗ്രഷൻ മോഡൽസ്. അപ്പൊ എന്താണ് എസ്റ്റിമേഷൻ, എന്താണ് സിംഗിൾ ഇക്വേഷൻ റിഗ്രഷൻ മോഡൽസ് എന്നുള്ളത് കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ആൻഡ് ഓരോ യൂണിറ്റ്സ് കവർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കുറച്ചുകൂടി കോംപ്ലക്സ് കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഐ ജസ്റ്റ് പുട്ട് ദാറ്റ് എന്നേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് ആണ് ഈ ഒരു കോഴ്സിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന് കോഴ്സിന്റെ ഇൻട്രൊഡക്ഷനിൽ അവർ പറയുന്നുണ്ട്. സോ ഐ ജസ്റ്റ് ഡിസ്കസ് ദാറ്റ്. ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എക്കണോമെട്രിക് തിങ്കിങ് എന്നുള്ളതാണ്. ഒരു ഡാറ്റ അനാലിസിസ് എങ്ങനെയുള്ള എക്കണോമെട്രിക് റിലേഷൻഷിപ്സ് ആണ് അത് ക്യാരി ചെയ്യുന്നത്, അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കോഴ്സ് തരുന്നതാണ്. ആൻഡ് ബേസിക് തിങ്കിങ് എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ പല ഡിഫറെന്റ് കൈൻഡ് ഓഫ് സബ്ജക്ട്സ് ആണ് എക്കണോമെട്രിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ മാക്രോ, മൈക്രോ, ലേബർ അതുപോലെയുള്ള ഒരുപാട് കൈൻഡ് ഓഫ് സബ്ജക്ട്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. അവിടെയൊക്കെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്സ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലൊരു ബന്ധം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു ബേസിക് ഐഡിയ, ബേസിക് തിങ്കിങ് വേണം. അങ്ങനെ ഒരു ബേസിക് തിങ്കിങ് ഉണ്ടാക്കിയെടുക്കുക, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തിങ്ക് ചെയ്യുക എന്നുള്ളത് ഈ ഒരു കോഴ്സിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ടെക്നിക്സ് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് ടെക്നിക്സ് ഈ ഒരു കോഴ്സ് ഇറ്റ്സെൽഫ് ഒരു ടൂൾ ആണല്ലോ. അപ്പൊ ഒരുപാട് ടെക്നിക്സ് നിങ്ങൾ പഠിക്കും. അതിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളത് ഈ കോഴ്സിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിസൾട്ട്. ഒരുപാട് നമ്മൾ ഡാറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ ഫൈനലി നമ്മൾ എങ്ങനെയാണ് മറ്റുള്ള ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇറ്റ്സ് ത്രൂ ദ റിസൾട്ട്.
അപ്പൊ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഒരു റിസൾട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന റിസൾട്ട്സ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാം, ഇതൊരു ഒബ്ജക്റ്റീവ് ആണ് കോഴ്സിൻ്റെത്. ആൻഡ് നെക്സ്റ്റ് ഇറ്റ്സ് എ റിസർച്ച് സ്കിൽ. ഇതൊക്കെ പഠിക്കുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു സബ്ജക്ട് തന്നെ യൂസ് ചെയ്യുന്നത് റിസർച്ച് ഫീൽഡിലാണ്. അപ്പം നമ്മുടെ റിസർച്ച് സ്കിൽ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു കോഴ്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് ആയിട്ട് എന്നുള്ളതാണ്. അതായത് 4 ബ്ലോക്ക് ആയിട്ടാണ് ഈ ഒരു കോഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ഇൻട്രൊഡക്ഷൻ ആണ്. ബേസിക് ഇൻട്രൊഡക്ഷൻ ആൻഡ് മാത്തമാറ്റിക്സിന്റെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലും എന്താണ് ബേസിക് വേണ്ടത് എന്നുള്ളതൊക്കെ ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ആണ് ക്ലാസിക്കൽ റിഗ്രഷൻ മോഡൽസ്. ഇതൊരു എക്കണോമെട്രിക്സിലേക്ക് അടക്കുമ്പോഴുള്ള ഫസ്റ്റ് ആൻഡ് ബേസിക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് ക്ലാസിക്കൽ റിഗ്രഷൻ മോഡൽസ്. ആൻഡ് തേർഡ് ആണ് വയലേഷൻ ഓഫ് ബേസിക് അസംഷൻസ്. ഈ ഒരു ടൂൾ തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരേ അസംഷൻസിന്റെ മുകളിലാണ്. അപ്പം അതൊക്കെ വയലേഷൻ ഓഫ് ബേസിക് അസംഷൻസ് അതൊക്കെ ആണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ അസംഷൻസ് വയലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ട് വരുന്ന പോർഷൻസ് ആണ്. ആൻഡ് ഫോർത്ത് ഓഫ് കോഴ്സ് എക്സ്റ്റൻഷൻ ഓഫ് റിഗ്രഷൻ മോഡൽസ് ആണ്. ഈ ഒരു റിഗ്രഷൻ മോഡൽസിന്റെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് ആയിരിക്കും ആ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുമ്പോഴും ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഈസി ഇഫ് നമ്മൾ ഒരു ഫസ്റ്റ് ഒരു ബ്ലോക്ക് പ്രോപ്പർ കവർ ചെയ്തിട്ടാണ് സെക്കൻഡ് ബ്ലോക്കിലേക്ക് കടക്കുന്നതെങ്കിൽ അത്ര ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യില്ല. ബട്ട് നിങ്ങൾക്ക് മനസ്സിലാവാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലക്സ് ആവുന്നതേ ഉള്ളൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ആൻഡ് ഓരോ ബ്ലോക്കിനെയും നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സ് ആണ്. അപ്പൊ അവിടെ എന്താണ് എക്കണോമെട്രിക്സ്, നാച്ചർ ഓഫ് എക്കണോമെട്രിക്സ്, സ്പെസിഫിക്കേഷൻ ഓഫ് എൻ എക്കണോമെട്രിക് മോഡൽ, ഡാറ്റ ജനറേഷൻ പ്രോസസ്, ഫങ്ഷണൽ ഫോംസ്, സോഫ്റ്റ്വെയർ പാക്കേജസ് ഫോർ എക്കണോമെട്രിക് അനാലിസിസ് എന്നുള്ള കുറച്ച് ഇൻട്രൊഡക്ടറി കൺസെപ്റ്റ്സ് ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ മാത്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന്റെ ഫോമിൽ നിന്ന് എന്താണ് എക്കണോമെട്രിക്സ്, നമുക്ക് ആ ഒരു മാത്തമാറ്റിക്സ് ഫോമിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഒരു മോഡൽ വെച്ചിട്ട് പറയുന്നതാണ് ഏറ്റവും ഈ ഒരു യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ദെൻ ദിസ് ഫങ്ഷണൽ ഫോംസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നതാണ്. ദെൻ ദേ ആർ ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് സോഫ്റ്റ്വെയർ പാക്കേജസ് ഫോർ ഡാറ്റ അനാലിസിസ്. അവിടെ സോഫ്റ്റ്വെയർ പാക്കേജിന്റെ ബേസിക് ഒന്നും ഡിസ്കസ് ചെയ്യില്ല, ജസ്റ്റ് ദേ വിൽ ഇൻട്രൊഡ്യൂസ് ദാറ്റ് ഇങ്ങനത്തെ കുറച്ച് സോഫ്റ്റ്വെയർ പാക്കേജ് ആണ്, അതിന്റെ എന്താണ് ഡിഫറൻസ്, എന്താണ് അതിന്റെ എന്താണ് പെക്യൂലിയാരിറ്റീസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് ആ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു ദ സെക്കൻഡ് യൂണിറ്റ്, ഇറ്റ്സ് റിവ്യൂ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് എക്കണോമെട്രിക്സ്. നമുക്കറിയാം, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും എക്കണോമെട്രിക്സ് കോഴ്സിലേക്ക് വരിക. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണുള്ളത്. അവിടെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇക്കണോമെട്രിക്സിന്റെ ബേസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ നിർത്തുന്നു അവിടെ നിന്നാണ് എക്കണോമെട്രിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എക്കണോമെട്രിക്സ് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ എന്തായാലും കുട്ടികൾക്ക് എന്തായാലും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ബേസ് വേണം. അത് നമുക്ക് കോഴ്സ് തരുന്നുണ്ട്. സോ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം. ബട്ട് ഒരു ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള രീതിയിൽ ബേസിക് കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്, അസിംപ്റ്റോട്ടിക് പ്രോപ്പർട്ടീസ് ഓഫ് എൻ എസ്റ്റിമേറ്റർ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, എസ്റ്റിമേഷൻ മെത്തേഡ്സ് വരെ കവർ ചെയ്യുന്നുണ്ട് ബേസിക്കലി. ആൻഡ് കമ്മിങ് ടു ദ തേർഡ് യൂണിറ്റ്, ഇറ്റ്സ് റിവ്യൂ ഓഫ് മാട്രിക്സ് അൽജിബ്ര. ഇതെന്ന് പറയുന്ന ഒരു മാത്സിന്റെ ബേസ് നൽകുക എന്നുള്ളതാണ്. എന്തായാലും എക്കണോമെട്രിക്സ് എന്നുള്ളൊരു സബ്ജക്ട് അത്രയും മാത്തമാറ്റിക്കൽ ആണ്. അപ്പൊ മാത്സിന്റെ ബേസ് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആക്കുക എന്നുള്ളത് ഇതിലാണ് തേർഡ് യൂണിറ്റിൽ റിവ്യൂ ഓഫ് മാട്രിക്സ് അൽജിബ്ര വരുന്നത്. അവിടെ ബേസിക് ആയിട്ട് ബേസിക് നൊട്ടേഷൻസ് മുതൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിറ്റർമിനൻസ്, ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, റാങ്ക് ഓഫ് എ മെട്രിക്സ്, അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളും ആ ചാപ്റ്റർ കവർ ചെയ്യുന്നു. ആൻഡ് കമ്മിങ് ടു ദ ഫോർത്തിലാണ് കുറച്ചുകൂടി എസ്റ്റിമേഷൻ ഓഫ് 2 വേരിയബിൾ റിഗ്രഷൻ മോഡൽസ്. ഇവിടെ നമ്മൾ ക്ലാസിക്കൽ റിഗ്രഷൻ മോഡൽസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ ആദ്യം 2 വേരിയബിൾ റിഗ്രഷൻ മോഡൽസ് ഡിസ്കസ് ചെയ്യും. അവിടെ എന്തൊക്കെയാ എസ്റ്റിമേഷൻ, സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദി എസ്റ്റിമേറ്റേഴ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് ദ OLS എസ്റ്റിമേറ്റേഴ്സ്, ഗുഡ്നെസ് ഓഫ് ഇറ്റ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, ഫോർകാസ്റ്റിംഗ് വരെ ആ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ ഫിഫ്ത്ത് യൂണിറ്റ്, ഇറ്റ്സ് റെസിഡ്യുവൽ അനാലിസിസ്. ഇതും OLSന്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് റെസിഡ്യുവൽ അനാലിസിസ് എന്ന് പറയുന്നത്. അവിടെ ഇഷ്യൂസ് ഇൻ എസ്റ്റിമേഷൻ, അനാലിസിസ് ഓഫ് റെസിഡ്യുവൽസ്, ഔട്ട്ലയേഴ്സ്, visual detection of heteroscedasticity, this one point, and visual detection of autocorrelation, test for normality, certain special cases, ലിമിറ്റേഷൻ ഓഫ് റിഗ്രഷൻ അനാലിസിസ് വരെ ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യുന്നുണ്ട്.
Then coming to the 6th unit, it's estimation of multiple regression model. അപ്പോൾ നേരത്തെ നമ്മൾ ബൈവേരിയന്റ് കേസ് ആണ് മുന്നത്തെ ചാപ്റ്ററിൽ അനാലിസിസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ 6th യൂണിറ്റിലേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽസ് കൂടി ഡിസ്കസ് ചെയ്യാൻ പറ്റും. ആൻഡ് അവിടെ സ്പെസിഫിക്കേഷൻ, OLS മെത്തേഡ്, പ്രോപ്പർട്ടീസ് ഓഫ് OLS എസ്റ്റിമേറ്റേഴ്സ്, ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ അതുകൂടി കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് എക്കണോമെട്രിക്സിൻ്റെത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് 7th യൂണിറ്റിലാണ് ഇവാലുവേഷൻ ഓഫ് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽസ്. നേരത്തെ ചെയ്ത മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽസിന്റെ ഇവാലുവേഷൻ എന്നുള്ള രീതിയിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാം. അവിടെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ലീനിയർ റെസ്ട്രിക്ഷൻസ് എന്നുള്ള ആസ്പെക്ട്സ് ഒക്കെയാണ് കവർ ചെയ്യുക. ആൻഡ് കമ്മിങ് ടു ദ 8th യൂണിറ്റ് ഇസ് മോഡൽ സ്പെസിഫിക്കേഷൻ ഇഷ്യൂസ്. അപ്പോൾ എക്കണോമെട്രിക്സ് നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു മോഡൽ ഫിറ്റ് ചെയ്തിട്ടാണ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അങ്ങനെ ഫിറ്റ് ചെയ്യുന്ന മോഡൽസിന് കുറെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവുന്നതിനെ അനലൈസ് ചെയ്യുന്ന അങ്ങനെ ഉണ്ടാവുന്ന ഇഷ്യൂസിനെ നമ്മൾ പഠിക്കുന്ന യൂണിറ്റ് ആയിരിക്കും മോഡൽ സ്പെസിഫിക്കേഷൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞ 8th യൂണിറ്റ്. അവിടെ പോസിബിൾ പ്രോബ്ലംസ് ഇൻ സ്പെസിഫിക്കേഷൻ, inclusion of variables in a model, specification error test, model selection criteria, caution about model selection criteria എന്നുള്ള ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ആണ് കവർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ പറയുമ്പോൾ മനസ്സിലാവണം എന്നില്ല. ഇറ്റ്സ് ഓക്കെ ടു നോട്ട് നോയിങ് ഓൾ ദീസ് തിങ്സ്. പക്ഷെ നമുക്ക് ഓരോ ചാപ്റ്റർ കവർ ചെയ്യുന്നതിന് ഈ ടെക്നിക്കൽ ടേംസ് പരിചയപ്പെടാം, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. ആൻഡ് കമ്മിങ് ടു ദ 9th യൂണിറ്റ്, ഇറ്റ്സ് ഓട്ടോ കോറിലേഷൻ. ഓട്ടോ കോറിലേഷൻ വരെ നമുക്ക് ഒരു അസംഷൻസിലേക്ക് എത്തി. അവിടെ അസംഷൻസിലേക്ക് വരുമ്പോഴുള്ള ഇമ്പോർട്ടന്റ് ഒരു അസംഷൻ ആണ് ഓട്ടോ കോറിലേഷൻ. അവിടെ എന്താണ് ഓട്ടോ കോറിലേഷൻ, വാട്ട് ഈസ് ഓട്ടോ കോറിലേഷൻ, കോൺസിക്വൻസ് ഓഫ് ഓട്ടോ കോറിലേഷൻ, ഡിറ്റക്ഷൻ ഓഫ് ഓട്ടോ കോറിലേഷൻ, റെമഡിയൽ മെഷേഴ്സ്, മെത്തഡ് ഓഫ് എസ്റ്റിമേറ്റ്സ് റോ, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു അസംഷൻ ബേസ്ഡ് ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ നമ്മൾ അനാലിസിസ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത്. ആൻഡ് കമ്മിങ് ടു ദ 10th unit, it's multicollinearity. Similar to autocorrelation, just another assumption. അവിടെയും concept of multicollinearity, consequence of multicollinearity, detection of multicollinearity, remedies of multicollinearity എന്നുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി നമുക്ക് അവിടെ പറ്റാം. ആൻഡ് ഇൻ 11th യൂണിറ്റിലും സിമിലർലി ഹെറ്ററോസ്കെറാസിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഡീൽ ചെയ്യുന്നത്. അവിടെ കൺസെപ്റ്റ്, കോൺസിക്വൻസസ്, ഡിറ്റക്ഷൻ ആൻഡ് റെമഡിയൽ മെഷേഴ്സ്, 4 aspects similar to earlier units. അവിടെയും കവർ നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ 12th, ഇറ്റ്സ് എറേഴ്സ് ഇൻ വേരിയബിൾസ്. ഇതും ഒരു കൈൻഡ് ഓഫ് വയലേഷൻ ഓഫ് അസംഷൻ ഉള്ള ബേസിക്സിലാണ് വരുന്നത്. അവിടെ കോൺസിക്വൻസസ് ആൻഡ് വേറൊരു മോഡൽ നമുക്ക് അവിടെ പഠിക്കാന്നുണ്ട്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ മെത്തേഡ് എന്നൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാം. ആൻഡ് ടെസ്റ്റ് ഓഫ് മെഷർമെന്റ് എറേഴ്സ് ആൻഡ് ഇൻവേഴ്സ് റിഗ്രഷൻ എന്നൊരു ബേസിക് കൺസെപ്റ്റ് കൂടി ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ 13th, ഇറ്റ്സ് സ്റ്റോക്കാസ്റ്റിക് റിഗ്രഷൻസ് എന്നുള്ളൊരു യൂണിറ്റ് ആണ്. അവിടെ നമ്മൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ എൻഡോജനിറ്റി പ്രോബ്ലംസിനെ എങ്ങനെ അഡ്രസ് ചെയ്യാമെന്ന് പറയുന്നു. ആൻഡ് ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ എസ്റ്റിമേറ്റർ, 2 സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി കവർ ചെയ്യും. ആൻഡ് കമ്മിങ് ടു 14th, നമ്മൾ കുറച്ചുകൂടി ക്വാളിറ്റേറ്റീവ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, ഇതൊരു എക്സ്റ്റൻഷൻ മോഡൽസിലേക്ക് വരുന്ന ഒരു ഭാഗമാണ്. അവിടെ ക്വാളിറ്റേറ്റീവ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഇൻ OLS മോഡൽസ് ആണ് 14th യൂണിറ്റ്. അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിന്റെ ആയിരിക്കും. ഇവിടെ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആണ്. ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരാളോട് ഇറ്റ്സ് കമ്മിങ് ആസ് എ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അനാലിസിസ് ചെയ്യാം യൂസിങ് എക്കണോമെട്രിക്സ് എന്നുള്ളതാണ് ഈ ഒരു അടുത്ത പോർഷനിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അവിടെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ചൗ ടെസ്റ്റ് ഫോർ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പഠിക്കും. ആൻഡ് നാച്ചർ ഓഫ് ഡമ്മി വേരിയബിൾസ് ആൻഡ് യൂസ് ഓഫ് മോർ ദാൻ വൺ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ, ടെസ്റ്റിംഗ് ഫോർ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ത്രൂ ഡമ്മി വേരിയബിൾസ്, യൂസ് ഓഫ് ഡമ്മി വേരിയബിൾസ് ഇൻ സീസണൽ അനാലിസിസ് ആൻഡ് പൂളിംഗ് ക്രോസ് സെക്ഷൻ ആൻഡ് ടൈം സീരീസ് ഡാറ്റ. ഇത്രയും ബേസിക് കൺസെപ്റ്റ്സ് ആണ് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത്. Then coming to the 15th, qualitative dependent variable. അതായത് ഡിപെൻഡന്റ് വേരിയബിൾ ക്വാളിറ്റേറ്റീവ് ആവുമ്പോഴുള്ള OLS മോഡൽസ് ആണ് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാം. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീനിയർ പ്രോബബിലിറ്റി മോഡൽ, ലോജിക് മോഡൽ, പ്രോബിറ്റ് മോഡൽ, അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്യുക. ഈ ലോജിക് മോഡൽ ആൻഡ് പ്രോബിറ്റ് മോഡൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ഒരു മോഡൽസ് ആണ്. അപ്പൊ അത് മനസ്സിലാവുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസർച്ച് സ്കിൽ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു കൺസെപ്റ്റ്സ് ഒക്കെ. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഒക്കെ കോഴ്സ് കവർ ചെയ്യുന്നുണ്ട്.
And coming to the 16th, it's like an introduction to simultaneous equation models. അത്രയും മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉള്ള രീതിയിലാണ് ഈ ഒരു യൂണിറ്റ് പോകുന്നത്. അവിടെ എന്താണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽസ് എന്നും ആൻഡ് എൻഡോജനസ് വേരിയബിൾസ് ആൻഡ് എക്സോജനസ് വേരിയബിൾസ് എന്താണ്, സൈമൾട്ടേനിറ്റി ബയാസ് എന്താണ്, സ്ട്രക്ചറൽ ഫോം ആൻഡ് റെഡ്യൂസ്ഡ് ഫോം എന്താണ്, കൺസെപ്റ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ കണ്ടീഷൻ എന്താണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഈ ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ എന്നുള്ള രീതിയിൽ ഈ ഒരു 16th യൂണിറ്റ് കവർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ പറഞ്ഞു വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഓഫ് എക്കണോമെട്രിക്സ് മുതലേ മാത്സിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നു, അതിനുശേഷം കുറച്ചുകൂടി സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ കേൾക്കുന്നു, അതിനുശേഷം ബൈവേരിയറ്റ് അനാലിസിസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു, മൾട്ടിവേരിയറ്റ് അനാലിസിസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ അസംഷൻസിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്റ്റഡി നടത്താൻ പോകും. ആൻഡ് അറ്റ് ദ എൻഡ് കുറച്ചുകൂടി എക്സ്റ്റെൻറ്റീവ് മോഡൽസിനെ കുറിച്ചുകൂടി ഈ കോഴ്സ് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ അറ്റ് ദ ബേസ് ലെവൽ തൊട്ട് നൊട്ടേഷൻസ് മുതൽ നമുക്ക് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയും എഫക്റ്റീവ് ആയിട്ട് കണ്ടിന്യൂറ്റി വിടാതെ പഠിച്ചു കഴിഞ്ഞാൽ അത്രയും എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അത്രയും ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ മറക്കാനുള്ള ചാൻസും കുറവാണ്. അപ്പം എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നത്. So that's all. Thank you.